ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, അവൻ നമ്മളെ ചതിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് അർജുനെ പറ്റി തന്നെയാണ്. എന്നോട് നിങ്ങൾ ഓൾറെഡി ക്ഷമിച്ചെന്നറിയാം, പക്ഷെ ഇവനോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ അതുപോലെ പണിയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരാങ്കർ നമ്മുടെ ഹോംബെർ ഗില്ലി എന്ന് പറഞ്ഞ പുള്ളിയോട് ഒരു അവാർഡ് ഫംഗ്ഷനെ വെച്ച് ചോദിച്ച് ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ് എന്ന്. അപ്പൊ ലവൻ പറഞ്ഞ ഉത്തരം നോ മാരേജ്. അൾട്ടിമേറ്റ് പീക്ക് സിഗ്മൈസം, നോ മാരേജ്. എന്നിട്ട് ഈ പുള്ളി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കുന്നു, ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ആദ്യം കണ്ടു നമ്മൾ നോ മാരേജ്. ഗയ്സ്, നിങ്ങൾ എന്നോട് ക്ഷമിച്ചത് പോട്ടെ, ഇത് ക്ഷമിക്കാൻ പറ്റില്ല. ദിസ് ഈസ് അൺക്ഷമിക്കബിൾ. എന്നോട് ക്ഷമിച്ചതിന് ഗയ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് സിഗ്മ പോസ്റ്റ് ഒക്കെ കണ്ട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫീൽഡിലും ടാഗിലൊക്കെ അത് മാത്രമേ ഉള്ളൂ, സിഗ്മ ഹോമി ടാഗ് ദാറ്റ് എന്നും പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ റേസ് സ്ഥലം വൈറലാകാൻ തുടങ്ങിയത്. ഇങ്ങനെ ആദ്യം സിഗ്മ കളിച്ചിട്ട് പിന്നെ ഒരു പെൺകുട്ടിയുടെ കൂടെ സ്റ്റോറി ഇട്ടതൊക്കെ വൈറലായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് തിരിയും, ഊക്കൊക്കെ അങ്ങോട്ട് തിരിയുമെന്ന് നോക്കി നിന്നപ്പം കോംബോ ഊക്കടേ കോംബോ. ദേ, അർജുൻ എന്ന് പേരുള്ള ഒരു സിഗ്മകളെയും വിശ്വസിക്കരുത്. കണ്ട അർജുന്മാരെല്ലാം കമ്മിറ്റഡ് ആകുന്ന സീസൺ ഇനി എൻ്റെ ഊഴമാണ്. ലേ അർജുൻ, ഏതോ ഒരു തമിഴ്നാട്ടിൽ കിടക്കുന്ന ലെവലിന് സെറ്റായ വരെ നമുക്കിട്ട് നോ മാരേജ് എന്ന് പറഞ്ഞ മഹാനല്ലേ? അതെ, അവൻ തന്നെ. കൊടുക്കങ്ങോട്ട്, എല്ലാ ഊക്കും അങ്ങോട്ട് കൊടുക്ക്. ഷെയർ ഇട്ടടിക്കരുത് പ്ലീസ്. ഷെയർ വേണ്ട, ഒറ്റക്ക് പുള്ളിക്ക് കൊടുത്തോളൂ. അവൻ്റെ ഒരു നോ മാരേജ്, അതെ അവൻ്റെ ഒരു നോ മാരേജ്, എല്ലാം അങ്ങോട്ട് കൊടുക്ക്, എല്ലാ സിഗ്മ ഊക്കും അങ്ങോട്ട്. എന്നോട് ക്ഷമിക്കണം, ഓക്കെ? ഇനി ഇതൊന്നും പോരാ, ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ദേ, ഇതാണ് മെസ്സേജ്. ബ്രോ, ആ ശ്രീധുവിനെ തേച്ചല്ലേ, അവളൊരു പാവമായിരുന്നു. എടാ, നിനക്കൊക്കെ എന്താണ്? ഏത് ശ്രീധു, ആര്, ഏത് പാവം? എനിക്ക് വയ്യടേ, ഞാൻ തളർന്ന്. അതിൻ്റെ ഇടയിൽ കൂടി വേറെ ഏതോ ഒരു ശ്രീധുവിനെ ഞാൻ തേച്ചെന്ന്. ഇടേ, അത് വേറെ, അത് ബിഗ് ബോസ്. ഇവിടെ ഇവന്മാരൊക്കെ ബിഗ് ബോസ് കാണുന്നേ ഉള്ളൂ. അതൊക്കെ ഇവന്മാരെ ബിഗ് ബോസ് മറ്റേ റീലി കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരാണ്. അത് ഞാനല്ല, അത് വേറെ ഏതോ അർജുൻ. എനിക്ക് ഹൈറ്റ് ഇല്ല ബോയ്സ് ഇഷ്ടം. അപ്പോ വഴിയെ പോകുന്നവരെ എൻ്റെ തലയിലോട്ട്. ജീവിതം സുഖകരമായിട്ട് പോകുന്നു. മടുത്തെന്ന് പറയുന്നതല്ല നിങ്ങൾ വിചാരിച്ചത്. ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉള്ള കൺട്രി. തിരക്കുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉള്ള കൺട്രി ബാഴ്സലോണ. അതെന്താ? അതിന്റെ ലോജിക് എനിക്കറിയാം. ബാഴ്സലോണ അല്ലല്ലേ? ഇത് കുസൃതി ചോദ്യാ. കുസൃതി ചോദ്യം. അങ്ങനെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉള്ള കൺട്രി അല്ലേ? തിരക്കുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഉള്ള കൺട്രി. ഞാൻ ക്ലൂ തന്നേനെ. ക്ലൂ കൊടുക്ക്. ആൻസർ പറയട്ടെ. ക്ലൂ പറയൂ. റൊണാൾഡോ. അർജന്റീന. അർജന്റീനും ഫുട്ബോളിനും എന്താ? അതാ ചുമ്മാ കുഴപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ചോദിക്കണ്ടേ? അല്ല, അങ്ങനെ ഫുട്ബോളിനും അർജന്റീനുമായിട്ട് എന്ത് ബന്ധമുണ്ട് എനിക്ക് ഇപ്പൊ അറിയണം. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഞാനാണ് എല്ലാ ഇൻ്റർവ്യൂവിലും പോയി ഞാൻ എടുത്തിടും. നിനക്ക് കയറാനുള്ള വകുപ്പായിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ. കാരണം പുള്ളിക്കാരെ ഉദ്ദേശം എന്ന് വെച്ചാൽ തിരക്കുള്ള ഒരു ഫുട്ബോൾ രാജ്യം, അങ്ങനെ എന്താണ് ചോദിച്ചത്. അപ്പോൾ അർജന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അർജന്റീന. പുള്ളിക്കാരി പറഞ്ഞു വന്നപ്പം റൊണാൾഡോ ബാഴ്സലോണക്കാരനായി. റൊണാൾഡോ ശരിക്കും ബാഴ്സലോണയിലല്ല കളിക്കുന്നത്, മെസ്സിയാണ് ബാഴ്സലോണ കളിക്കുന്ന ആൾ. സോ ഫുട്ബോളിനെ പറ്റിയൊരു തേങ്ങ അറിയത്തില്ലായിരുന്നു അന്ന്. പക്ഷേ ഡു യു വാണ്ട് ടു സീ ദ ബോയ് ഫ്രണ്ട് എഫക്റ്റ്? ബോയ് ഫ്രണ്ട് എഫക്റ്റ് കാണണോ? ഒരു മെസ്സി ഫാനായ ഞാൻ ഇതെങ്ങനെ സഹിക്കും? ഇത് പുള്ളിക്കാർക്ക് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കിട്ടുന്ന വലിയ പുത്തരിയൊന്നുമല്ല. കാരണം ഞാൻ തന്നെ 3 നേരം 4 വീതം മരുന്ന് കഴിക്കുന്ന പോലെ ഞാൻ തന്നെ കൊടുക്കാറുണ്ട് ഈ പേരും പറഞ്ഞ്. പക്ഷെ നിങ്ങൾക്ക് റിയൽ ബോയ് ഫ്രണ്ട് എഫക്റ്റ് കാണണോ? ലൈവ് ബോയ് ഫ്രണ്ട് എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം, ഓക്കെ? ഞാൻ അർജന്റീനയിലെ എല്ലാ കളിക്കാരുടെയും ഫൈനൽ കളിച്ച് എല്ലാം ഇരുന്ന് എടുത്ത് കാണിപ്പിച്ചിട്ട് എല്ലാവരുടെയും പേരും അഡ്രസ്സും വരെ ഇമ്പോസിന് എഴുതി പഠിപ്പിച്ച്.
അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അർജന്റീനനെ കളിയാക്കി. ഹലോ ഹലോ, എവിടെ? ഞാന് ഷൂട്ടിലാ. എന്താ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ച. എന്താ ഡൗട്ട്? അർജന്റീനയിലെ ഒരു ഗോൾ കീപ്പറിന്റെ പേര് പറഞ്ഞേ. മാർട്ടിനസ്. ഏത് മാർട്ടിനസ്? എമി മാർട്ടിനസ്. ഒരു ഫോർവേഡ്. എന്തായാലും പറ. പുള്ളി റിട്ടയർഡ് ആയി, പക്ഷെ ഡിമരിയ. ഏത് ഡിമരിയ? ഏഞ്ചൽ ഡിമരിയ. എല്ലാം പഠിച്ച് പഠിപ്പിച്ചെന്ന് പറ. ഓക്കെ ഷൂട്ടേജ് വിളിക്ക്. സി ദ ബോയ് ഫ്രണ്ട് എഫക്ട് ഈസ് റിയൽ. എല്ലാം ഞാൻ പഠിപ്പിച്ച് ഇമ്പോസിന് എഴുതി. സോ ഇനി ബാഴ്സലോണ അർജന്റീന തമ്മിൽ മാറിപ്പോകില്ല. അറ്റ്ലീസ്റ്റ് അർജന്റീനയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഇനി തെറ്റ് ചെയ്താൽ ഞാൻ അടുത്ത ഇമ്പോസിഷൻ കൊടുക്കും. സോ നെക്സ്റ്റ് വീഡിയോ, അർജു ഇൻ റിയൽ ലൈഫ്. പുതിയ മുഖം. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് ശരിക്കും മറ്റേ പുള്ളിയല്ലേ, അർജുൻ ദാസ്. സോ ഇത് പുള്ളിയുടെ ആക്കി എഡിറ്റ് ചെയ്യുക. ഇത് എന്നോട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ ട്രോളിന് ഇനി വാലിഡ് അല്ല. ഈ ട്രോള് ക്യാൻസൽ ചെയ്തു നമ്മൾ. ഓക്കെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം ബസ്സിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോ മുട്ട അടിച്ചിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ ബസ്സിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ജിമ്മിൽ പോയിരുന്നു, ബാംഗ്ലൂരായിരുന്നു. 15 ദിവസം കൊണ്ട് ബസ്സിൽ പോവോ? ഇനി വേണ്ടല്ലോ. അതെ, അത് വളരെ കറക്റ്റായിരുന്നു. കാരണം ഞാൻ പുള്ളിക്കാരിയെ കാണാൻ, ഞങ്ങളാദ്യം ടെക്സ്റ്റിംഗ് ആയിരുന്നു മൊത്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞപ്പം എനിക്ക് മുടിയുണ്ട്. ഞാൻ ശരിക്കും മുടി വെട്ടാനിരിക്കുമായിരുന്നു. കാരണം ഭയങ്കര ചൂടൊക്കെ അടിച്ചിട്ട് മുടിയൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടണമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇവളെ കാണാനും പോകണം. അപ്പം മുടി മൊട്ടയടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൊട്ട ലുക്കാണ്. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ വളർത്തി. എനിക്ക് ബോഡി ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. കാരണം ബാംഗ്ലൂർ വൈബ്സ്. ഓക്കെ സോ അതൊക്കെ വെച്ചുകൊണ്ടാണ് കാണാൻ പോയത്. കിടു ഡ്രസ്സും മറ്റേ സ്പ്രേ ഒക്കെ അടിച്ചാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഓക്കെ സെറ്റായി വീണു. ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യമില്ല. പിറ്റേന്ന് തന്നെ പോയി എല്ലാം വെട്ടിക്കളഞ്ഞ് മറ്റേ ഇതും പോയി ജിമ്മിലും നിർത്തി. മെമ്പർഷിപ്പ് ആശാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. സെറ്റ്. ഇത് എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചില്ല നനച്ചില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ചെറിയ അഡ്വൈസ് നിങ്ങളുടെ ജീവിതത്തിലും പ്രാബല്യമാക്കുക. ഓക്കെ, ഇനി എനിക്ക് വേറൊരു സ്ഥലത്ത് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ആർക്കും വേണ്ടി ചേഞ്ച് ചെയ്തിട്ടില്ല എൻ്റെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒന്നും. പക്ഷെ വേറെ കുറേ ഷൊട്ടകളുണ്ട്. ഇവന്മാരൊക്കെ ഒന്നും സിഗ്മയല്ല. ഇവന്മാരൊക്കെ വെറും ഫേക്ക് ചുഗമകളാണ്. ഇവന്മാരൊരു പെൺകുട്ടിക്ക് വേണ്ടി അവരുടെ ക്യാരക്ടർ വരെ ചേഞ്ച് ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇതുപോലത്തെ റീൽസ് കണ്ടാൽ മതി. മാം ഹീ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അമ്മ പറയുന്നു അവൻ മാറിപ്പോയെന്ന്, ഭക്തിഗാനെ അവൻ കേൾക്കത്തുള്ളെന്ന്. കാരണം എന്താ? ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീയൊക്കെ മാറുന്നോടാ. നീയൊക്കെ ചുഗമകളാണ്, ചുഗമകൾ. ദൈവം, ഞാൻ വല്ലതും മാറിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ മാറ്റിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനൊന്നും ചെയ്യരുത്. ഇങ്ങനത്തെ റീൽസ് എനിക്കിപ്പോൾ സജഷൻ വരാറുണ്ട്. സോ ഇതൊക്കെ ഒരു ഫേക്ക് ചുഗമാളുടെ ലക്ഷ്യമാണ്. ഇത് അടുത്ത റീൽസ്. മാം ഹീ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ഹീ ഓൺലി ലിസൺസ് ടു ഡിവോഷണൽ ടോക്സ്. എന്താ കാര്യം? ഫേക്ക് ചുഗമകൾ. ഗൈസ്, ഏതർ ഡൈ ആസ് എ സിഗ്മ ഓർ ബാക്കി മറന്നുപോയി. സോ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് റീൽസ് ക്രിയേഷനാണ് ചെയ്തത്. അപ്പം ഇതോടുകൂടി നമ്മൾ ഒഫീഷ്യൽ സിഗ്മ മീംസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ആരും എന്നെ ചുഗ്മ മീംസിലൊന്നും ചെയ്യരുത്. ശരിക്കും സങ്കടമുണ്ട് ഇതൊക്കെ കാണുമ്പം. ഞാൻ നീ അവരോട് പറ മെൻഷൻ ചെയ്യാൻ. ഇവരാവശ്യമില്ലാണ്ട് എന്നെ ഒരു ചുഗ്മ മീംസിലൊക്കെ മെൻഷൻ ചെയ്യും. നീ പറ സിഗ്മ മീംസിൽ മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. അവർ മെൻഷൻ ചെയ്യത്തില്ല നിന്നെ. ഇല്ലടാ, ഇവരെന്നെ ചുമ്മാ മെൻഷൻ ചെയ്യുന്ന ആൾക്കാരിങ്ങനെ ഫേക്ക് സിഗ്മ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തു. ഞാനില്ല, ഒന്ന് അവിടെ പോയിരുന്ന് കരഞ്ഞു തീർത്തോട്ടെ. നീ അവിടെ അപ്പറേ പോയിരുന്നു പറ. ഇപ്പം എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാനത് അടുത്ത വീഡിയോയിൽ പറഞ്ഞോളാം. അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ മതി. ഓക്കെ.